നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ആത്മവിശ്വാസത്തോടെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. ചിറക്കടവ് പഞ്ചായത്ത് LDF കൺവെൻഷൻ പൊൻകുന്നത്ത്. ചാണ്ടി ഉമ്മന്റെ ഏകാധിപത്യത്തിനെതിരെ പ്രതിഷേധം. കോൺഗ്രസിലെ റെജി എം ഫിലിപ്പോസ് സ്വതന്ത്രനായി മത്സര രംഗത്ത്. പാമ്പാടി ബ്ലോക്ക് മണർകാട് ഡിവിഷനിൽ ജനവിധി തേടും. വാഴൂർ ബ്ലോക്ക് ചെറുവള്ളി ഡിവിഷനിൽ മത്സരം സജീവമായി. വോട്ട് തേടി സ്ഥാനാർത്ഥികൾ. പരമാവധി വോട്ടർമാരെ കണ്ട് UDF-ലെ ഷീബ ടീച്ചർ. കാഞ്ഞിരപ്പള്ളി ടൗണിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു തുടങ്ങി. തിരക്കേറിയ സമയങ്ങളിൽ കാൽനടയാത്ര ദുഷ്കരം. മണ്ഡലകാലത്ത് വേണ്ട ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കിയില്ല. വാർത്തകൾ വിശദമായി. ആത്മവിശ്വാസത്തോടെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ്. LDF ചിറക്കടവ് പഞ്ചായത്ത് കൺവെൻഷൻ പൊൻകുന്നത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDF ചിറക്കടവ് പഞ്ചായത്ത് കൺവെൻഷൻ വ്യാപാര ഭവനിൽ നടന്നു. പഞ്ചായത്ത് ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് P. പ്രജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷൻ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുമുന്നണി തയ്യാറാണെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ആരോഗ്യരംഗത്ത് രാജ്യത്ത് മുൻപന്തിയിൽ എത്തിയതുപോലെ മാലിന്യ സംസ്കരണ രംഗത്തും കേരളം ഒന്നാമത് തന്നെയാണെന്ന് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് CR ശ്രീകുമാറിന്റെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കേറെ അഭിമാനം നൽകുന്ന ഒരനുഭവമാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഒട്ടേറെ വൈവിധ്യമാർന്ന മറ്റിതര പരിപാടികൾ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഒരു സജീവമായ 5 വർഷക്കാലത്തെ പ്രവർത്തനമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ചിറക്കടവ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലയളവിൽ നടപ്പാക്കാൻ കഴിയും. അതിനെ അഭിമാനത്തോടു കൂടി തന്നെ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സമ്മതിദായകരെ സമീപിക്കാൻ കഴിയും. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതും ഒരുപാട് നേട്ടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതും നമുക്കറിയാം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 5 വർഷക്കാലം. പ്രിയപ്പെട്ട ഗിരീഷ് കുമാർ ഉൾപ്പെടെയുള്ള നമ്മുടെ സാരഥികൾ, നമ്മുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ മികച്ച വിജയമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ആത്മാഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് നേരിടാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ പ്രാദേശികമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവും. യോഗത്തിൽ ചിറക്കടവ് പഞ്ചായത്തിന്റെ 22 വാർഡുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. നേതാക്കളായ IS രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് ഗിരീഷ് S. നായർ, K. സേതുനാഥ്, സുമേഷ് ആൻഡ്രൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇക്കുറി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തെത്തിയിരിക്കുകയാണ് റെജി എം ഫിലിപ്പോസ്. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് മണർകാട് ഡിവിഷനിൽ നിന്നുമാണ് റെജി എം ഫിലിപ്പോസ് സ്വതന്ത്രനായി ജനവിധി തേടുന്നത്. കോൺഗ്രസ് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന റെജി എം ഫിലിപ്പോസ് ഇത്തവണ സ്വതന്ത്രനായി മത്സര രംഗത്ത്. പാമ്പാടി ബ്ലോക്ക് മണർകാട് ഡിവിഷനിൽ നിന്നാണ് റെജി എം ഫിലിപ്പോസ് സ്വതന്ത്രനായി ജനവിധി തേടുന്നത്. ചാണ്ടിയുമ്മൻ MLA ഏകാധിപത്യപരമായി പെരുമാറുന്നതിനാലാണ് അർഹതയുണ്ടായിട്ടും തനിക്ക് സീറ്റ് ലഭിക്കാതെ പോയതെന്ന് റെജി എം ഫിലിപ്പോസ് പറയുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്ന ആൾ ഇനി മത്സരിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ ചാണ്ടിയുമ്മൻ ജനപ്രതിനിധികളായ മറ്റു പലർക്കും സീറ്റ് നൽകുന്നതിനെ അനുകൂലിക്കുകയാണ് ചെയ്തതെന്നും റെജി എം ഫിലിപ്പോസ് പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തും അതിന് മുതൽ ഇങ്ങോട്ട് DCCയിലാണ് ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഒക്കെ 10 സ്ഥാനാർത്ഥി പട്ടിക ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. ഇതൊരു ചർച്ചയുമില്ല. ഉന്നതതല സമിതികളിലേക്ക് വിടാറില്ല. നിയോജക മണ്ഡലം തല കോർ കമ്മിറ്റി ഉണ്ട്, അവിടെ വിട്ടിട്ടില്ല. DCCക്ക് വിട്ടില്ല. ഒരിടത്തും വിടാതെ ചാണ്ടിയുമ്മൻ MLA അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലെ വീട്ടിൽ നിന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അതൊരു ഏകാധിപത്യപരമായ സമീപനമാണ്. പുള്ളി വ്യക്തി താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞങ്ങളെപ്പോലുള്ള ആളുകളെ വെട്ടിമാറ്റുകയാണ് ചെയ്തത്. അതിനെതിരെ പ്രതികരിക്കാനാണ് ഞാൻ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്നോട് മാത്രമാണ് അയിത്തം കൽപ്പിക്കുന്നതെന്നും കോൺഗ്രസുകാരനായി തന്നെ അറിയപ്പെടാനാണ് ആഗ്രഹമെന്നും റെജി എം ഫിലിപ്പോസ് കൂട്ടിച്ചേർത്തു. ഞാൻ ആരുടെയും പിന്തുണ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ പക്കാ സ്വതന്ത്രനാണ്. മറ്റു പാർട്ടികളിലേക്ക് പോലും കോൺഗ്രസ് എന്ന വികാരം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അന്നും ഇന്നും നാളെ തന്നെയായിരിക്കും. കോൺഗ്രസ് വിട്ട ഒരു പ്രവർത്തനത്തിൽ നമ്മളില്ല. പക്ഷെ ഇതിങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് മാത്രം മത്സരിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന സമയത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും നാട്ടിലെ സജീവ സാന്നിധ്യവും വോട്ടായി മാറുമെന്ന ആത്മവിശ്വാസത്തിലാണ് റെജി എം ഫിലിപ്പോസ്.
ന്യൂസ് ബ്യൂറോ, കോട്ടയം. രാഷ്ട്രീയ പാരമ്പര്യമൊന്നും പ്രത്യേകിച്ച് അവകാശപ്പെടാനില്ലാതെ ആത്മവിശ്വാസം കൈവിടാതെ മത്സരത്തിന് ഇറങ്ങിയിരിക്കുകയാണ് വാഴൂർ ബ്ലോക്ക് ചെറുവള്ളി ഡിവിഷനിലെ സ്ഥാനാർത്ഥി ഷീബ തോമസ്. UDFന്റെ പ്രതിനിധിയാണ് ഷീബ ടീച്ചർ ജനങ്ങളെ സമീപിക്കുന്നത്. കന്നി അംഗത്തിന് ആത്മവിശ്വാസത്തോടെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഷീബ തോമസ് എന്ന ഷീബ ടീച്ചർ. വാഴൂർ ബ്ലോക്ക് ചെറുവള്ളി ഡിവിഷനിൽ UDF പ്രതിനിധിയായി മത്സരിക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് പ്രവർത്തകയായ ഷീബ. ഓട്ടോറിക്ഷ ചിഹ്നത്തിലാണ് ഷീബ ജനവിധി തേടുന്നത്. KSUവിലൂടെ രാഷ്ട്രീയത്തിലെത്തിയെങ്കിലും ഈ രംഗത്ത് സജീവമായിരുന്നില്ല. സൗമ്യമായ ഇടപെടലിലൂടെയും എല്ലാവരോടും ഒരുപോലെ ഇടപെടാനുള്ള കഴിവും മൂലം വോട്ടർമാർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ ഷീബ ടീച്ചറിന് കഴിഞ്ഞിട്ടുണ്ട്. മാന്നാനം KE കോളേജ്, മണിമല പടിയറ സ്കൂൾ, പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ എന്നിവിടങ്ങളിൽ അധ്യാപികയായി ജോലി ചെയ്തു. മികച്ച ലൈബ്രറിയൻ കൂടിയാണ് ഷീബ. വാഴൂർ SVR NSS കോളേജിലെ ഡിഗ്രി പഠനത്തിന് ശേഷം ലൈബ്രറി സയൻസിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കൗൺസിലിംഗിൽ PG ഡിപ്ലോമ ചെയ്യുകയാണിപ്പോൾ. കൂടാതെ ഇൻഫാമിന്റെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് സെക്രട്ടറിയുമാണ്. രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് നൂറുകണക്കിന് കുരുന്നുകൾക്ക് അറിവ് പകർന്നു നൽകിയ ഷീബ ടീച്ചറിന്റെ ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കാഞ്ഞിരപ്പള്ളി ടൗണിൽ സീബ്ര ലൈനുകൾ മാഞ്ഞു. തിരക്കേറിയ സമയങ്ങളിൽ കാൽനട യാത്രക്കാർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. മണ്ഡലകാലത്ത് നടപ്പാക്കേണ്ട ഗതാഗത പരിഷ്കാരങ്ങൾ ടൗണിൽ ഇനിയും നടപ്പാക്കിയിട്ടില്ല. കാഞ്ഞിരപ്പള്ളി ടൗണിൽ ഈ മണ്ഡലകാലത്ത് ഗതാഗത പരിഷ്കാരങ്ങൾ ഒന്നും നടപ്പാക്കിയില്ല. ടൗണിൽ ദേശീയപാതയിലെ സീബ്ര ലൈനുകൾ പകുതിയിലധികം മാഞ്ഞുകഴിഞ്ഞു. ടൗണിലെ അനധികൃത പാർക്കിങ്ങിന് ഇപ്പോഴും യാതൊരു മാറ്റവുമില്ല. ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഇവിടെ ഗതാഗതം സുഗമമാക്കുന്നതിനായി 3 വർഷം മുൻപ് പഞ്ചായത്ത് ട്രാഫിക് കമ്മിറ്റി ചേർന്നെടുത്ത ട്രാഫിക് പരിഷ്കാരങ്ങൾ നടപ്പാക്കിയിട്ടില്ല. റോഡിലെ സീബ്ര ലൈനുകൾ പകുതിയിലധികം മാഞ്ഞിരിക്കുന്നത് തിരക്കധികമാകുന്ന സമയങ്ങളിൽ കാൽനട യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലും കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗത കുരുക്കാണിവിടെ. ഉച്ചകഴിഞ്ഞുള്ള ചില സമയങ്ങളിൽ മാത്രമാണ് കാഞ്ഞിരപ്പള്ളി ശാന്തമാകുന്നത്. ദേശീയപാതയിൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലും വളവുകളിലും വേഗ നിയന്ത്രണ സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അറിഞ്ഞും പറഞ്ഞും ഠമാർ പടാർ. കോട്ടയത്ത് നടന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയിലാണ് ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളും രസകരമായി മറുപടി നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണയുടെ നേതൃത്വത്തിൽ കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണ പരിപാടിയിൽ ഉയർന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുള്ള വ്യത്യസ്ത സംഭവങ്ങളെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളെയും ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ. പഞ്ചായത്ത് ഭരണം പശ്ചാത്തലമാകുന്ന മലയാളത്തിലെ ക്ലാസിക് സിനിമ പഞ്ചവടി പാലം മുതൽ തെരഞ്ഞെടുപ്പിൽ പൊരുതി ജയിച്ച സ്ഥാനാർത്ഥികളുടെ അവിസ്മരണീയമായ വാചകങ്ങൾ വരെ ചോദ്യങ്ങൾക്ക് വിഷയമായി. SIRന്റെ പൂർണ്ണരൂപം മുതൽ ജില്ലയിൽ തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ഹരിതചട്ടം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും കൗതുകമുണർത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടർ ബോധവൽക്കരണ വിഭാഗമായ ലീപ് കോട്ടയമാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ ഉദ്ഘാടനം ചെയ്തു. താങ്കൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. അൾട്ടിമേറ്റ്ലി ഡെമോക്രസി വർക്ക്സ് ഫ്രോം ദ ഗ്രൗണ്ട് വർക്കർ. നമ്മുടെ ഗ്രൗണ്ട് വർക്കർ PLOമാരാണ്, നമ്മുടെ PLO സൂപ്പർവൈസർ ഉണ്ട്, നമ്മുടെ ERO ഉണ്ട്. താങ്കളുടെ അതിലെ വളരെ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് വേണം. PLO ഇപ്പോൾ ഫീൽഡിൽ പോകുന്നു, കുറച്ച് ഈ ഫോം ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് അദ്ദേഹം സഹായിക്കാൻ, കുറച്ച് ഈ ഫോം കളക്ഷൻ ടൈമിൽ കുറച്ച് ഫോമിന് പൂരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് താങ്കളുടെ സപ്പോർട്ട് വേണം. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, സ്വീപ് നോഡൽ ഓഫീസർ PA അമാനത്ത്, ലീപ് ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷറഫ് P ഹംസ, തെരഞ്ഞെടുപ്പ് ജില്ലാതല പരിശീലകൻ സുനിൽ കുമാർ, തെരഞ്ഞെടുപ്പ് ലിറ്റററി ക്ലബ് ജില്ലാ മാസ്റ്റർ ട്രെയിനർ K സത്യൻ, ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ നോബിൾ സേവ്യർ ജോസ്, കോട്ടയം പ്രസ് ക്ലബ് പ്രസിഡന്റ് അനീഷ് കുര്യൻ എന്നിവർ ചോദ്യോത്തരവേളയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദക്ഷിണ മേഖല ഇന്റർ സ്കൂൾ ആൻഡ് ഇന്റർ കോളേജ് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് പുതുപ്പള്ളി സെന്റ് ജൂഡ്സ് ഗ്ലോബൽ സ്കൂളിൽ നടന്നു. 500-ലധികം കുട്ടികൾ പങ്കെടുത്തു. ദക്ഷിണ മേഖല ഇന്റർ സ്കൂൾ ആൻഡ് ഇന്റർ കോളേജ് യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് 2025 പുതുപ്പള്ളി തലപ്പാടി സെന്റ് ജൂഡ്സ് ഗ്ലോബൽ സ്കൂളിൽ അരങ്ങേറി.
പത്തനംതിട്ട അഷ്ടാംഗ സ്കൂൾ ഓഫ് യോഗ ആൻഡ് സ്പോർട്സ് യോഗാസന ട്രെയിനിംഗ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ചാമ്പ്യൻഷിപ്പ്. കോട്ടയം ജില്ലയിൽ നിന്നുള്ള വിവിധ സ്കൂളുകളിലും കോളേജുകളിലുമുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരം തെക്കൻ സംസ്ഥാനങ്ങളിലെ യോഗാസന പ്രതിഭകൾക്ക് വലിയ വേദിയായി. യോഗാസനത്തിലൂടെ വിദ്യാർത്ഥികളുടെ മാനസിക ശാരീരിക വളർച്ച പ്രോത്സാഹിപ്പിക്കുകയെന്നതാണ് ചാമ്പ്യൻഷിപ്പിന്റെ ലക്ഷ്യം. 500-ലധികം വിദ്യാർത്ഥികൾ വിവിധ സ്കൂളുകളിൽ നിന്ന് പങ്കെടുത്തു. കോട്ടയം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ബൈജു വർഗീസ് ഗുരുക്കൾ ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ നടക്കുന്ന യോഗ മത്സരം ഈ കുട്ടികളുടെ കഴിവ് തെളിയിക്കുക എന്നുള്ളതല്ല, അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും സാഹോദര്യത്തോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി പഠന കാര്യങ്ങളിലും അവരുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലുമെല്ലാം ഉന്നമനത്തിൽ നിന്ന് ഉന്നമനത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ എന്ന് ഏറെ സന്തോഷത്തോടുകൂടി പറയാൻ പറ്റും. കാരണം ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ യോഗ അധ്യാപകരെയും നമ്മൾക്കറിയാം. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, യോഗ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ ഏറെ ഭംഗിയായിട്ട് പോകുന്നു, വളരെ പ്രകീർത്തനം ചെയ്യപ്പെടേണ്ട രീതിയിൽ തന്നെ പോകുന്നു. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ മത്സരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്ക് എൻ്റെ വിജയാശംസകൾ. വിദ്യാർത്ഥികൾക്ക് അവരുടെ യോഗാസന കഴിവുകൾ അവതരിപ്പിക്കാനും ആത്മവിശ്വാസം വളർത്തിക്കൊടുക്കാനും ഈ മത്സരം ഒരു മികച്ച വേദിയായിരിക്കുമെന്ന് അധ്യാപകരും രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോൺഗ്രസ് കൗൺസിലർമാരായിരുന്ന 2 പേർ പാലാ നഗരസഭയിൽ 19-ാം വാർഡിൽ മത്സരാർത്ഥികൾ. സിറ്റിംഗ് മെമ്പറായ മായ രാഹുൽ ഇവിടെ സ്വതന്ത്രയായി മത്സരിക്കുകയാണ്. നഗരസഭാ പ്രതിപക്ഷ നേതാവ് സതീഷ് ചൊള്ളാനിയാണ് പാർട്ടി സ്ഥാനാർത്ഥി. പാലാ നഗരസഭ 19-ാം വാർഡിൽ കോൺഗ്രസ് കൗൺസിലർമാരായിരുന്ന 2 പേർ മത്സരരംഗത്ത്. സിറ്റിംഗ് കൗൺസിലറായ മായ രാഹുൽ മത്സരരംഗത്ത് സജീവമായപ്പോൾ നഗരസഭ പ്രതിപക്ഷ നേതാവ് കൂടിയായ സതീഷ് ചൊള്ളാനിയാണ് ജനറൽ വാർഡായ 19ലേക്ക് പാർട്ടി നേതൃത്വം നിശ്ചയിച്ചത്. ഇരുവരും പ്രചാരണം ശക്തമാക്കി. കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ ഈ വാർഡിൽ തന്നെ തുടർന്നും പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന നിലപാടിലാണ്. രാജി സമർപ്പിച്ച മായ രാഹുൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പത്രികയും നൽകി. പൊതുജനങ്ങളുടെ പിന്തുണയോടെ മുന്നോട്ട് തന്നെ പോകുമെന്നാണ് മായയുടെ നിലപാട്. അതേസമയം കോൺഗ്രസ് പാർട്ടിയാണ് തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടതെന്നും അതുപ്രകാരമാണ് മത്സരിക്കുന്നതെന്നും പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറയുന്നു. 18-ാം വാർഡ് വനിതാ സീറ്റാണെന്നും മായ രാഹുൽ അവിടെ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചതാണെന്നും സതീഷ് ചൊള്ളാനി പറഞ്ഞു. പാർട്ടിക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മായയ്ക്കെതിരെ നേതൃത്വം ശക്തമായ നടപടിയെടുക്കുമെന്നും സതീഷ് ചൊള്ളാനി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാല. കാലഘട്ടത്തിനപ്പുറം ചിന്തിച്ച വ്യക്തിയായിരുന്നു ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വയലിലെന്ന് പ്രൊഫസർ VJ ജോസഫ്. ബിഷപ്പ് വയലിൽ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലഘട്ടത്തിനപ്പുറം ചിന്തിച്ച ദീർഘവീക്ഷണമുള്ള വ്യക്തിയായിരുന്നു മാർ സെബാസ്റ്റ്യൻ വയലിൽ എന്ന മുൻ MLA പ്രൊഫസർ VJ ജോസഫ് അനുസ്മരിച്ചു. പാലായുടെ പ്രഥമ മെത്രാനായിരുന്ന ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വയലിൻ്റെ 39ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ബിഷപ്പ് വയലിൽ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനവും അഗതികൾക്കുള്ള സ്നേഹമരുന്ന് വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ SB കോളേജും യൂണിവേഴ്സിറ്റി കോളേജും മാത്രമാണ് തിരുവിതാംകൂർ മേഖലയിലുണ്ടായിരുന്ന 2 കോളേജുകൾ. ആ 3ാമത്തെ കോളേജ് സെൻറ് തോമസ് കോളേജ് ആരംഭിക്കുന്നത് വൈദ്യുതാവ് മാണിക്കുട്ടിയച്ഛനായിരിക്കുമ്പോൾ ഞങ്ങൾ മാണിക്കുട്ടിയച്ഛനാണെന്ന് വിളിച്ചുകൊണ്ടിരുന്നത് ഫാദർ ഇമ്മാനുവൽ വൈദ്യുതായിരുന്നു. അദ്ദേഹം അങ്ങനെ പിന്നെ പഠിക്കും. ഇവിടെ എല്ലാ ദിവസവും തൃശ്ശൂർ ട്രിച്ചിയിലും അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തും SBയിലും ഒക്കെ പഠിച്ച് ഇവിടെ വന്ന സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിരിക്കുമ്പോഴാണ് ആ സ്ഥാനം രാജിവെച്ചിട്ട് കോളേജ് പഠിക്കുന്നതിനുള്ള താല്പര്യവും മറ്റു പരിപാടികളുമായിട്ട് നീങ്ങുന്നു. ഈ വീടിൻ്റെ ഈ നാട്ടിലെ മിക്കവാറും എല്ലാ വീടുകളിലും അന്ന് വൈരുദ്ധാവും അന്ന് വികാരിയായിരുന്ന ചെരുക്കുന്നേരത്തിന് പിന്നെ ഇവിടെ നിന്ന് അന്തരിച്ചു പോയ MP ജോർജ് ഹോസ്പിറ്റൽ, പിന്നെ ഒരു KV തോമസ്, പിന്നെ വൈപ്പന പഞ്ചാബ് കയ്യാറിയ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. അന്ന് അരി കിട്ടാമെങ്കിൽ അതൊരു കാലഘട്ടം. അരി കൊണ്ടുവരുന്ന പോലീസ് പിടിയുന്ന കാലഘട്ടം. 3 നേരം ഭക്ഷണം എന്ന് പറയുന്നത് വളരെ പിന്നെ വളരെ നമ്മളതിൽ പറയുന്ന വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടം.
ആ കാലഘട്ടത്തിലാണ് കോളേജ് ആരംഭിക്കാൻ പരിപാടിയെടുക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വികസനം എന്ന് പറയുന്നത് ഇന്ന് ഈ പ്രദേശത്ത് മാത്രമല്ല സമീപ പ്രദേശങ്ങളിലൊക്കെ വിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള അവസരങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്. ബിഷപ്പ് വയലിൽ ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ABJ ജോസ് അധ്യക്ഷത വഹിച്ചു. പാലാ DYSP K സദൻ, ചാവറ പബ്ലിക് സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ പോൾസൺ കൊച്ചുകണിയാമ്പറമ്പിൽ, സെന്റ് വിൻസെന്റ് പ്രോവിഡൻസ് ഹൗസിലെ മദർ സിസ്റ്റർ അമല അറക്കൽ, സിസ്റ്റർ ആനീസ് വാഴിയിൽ, സിജി ടോണി, ഷാജു പ്ലാത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആത്മവിശ്വാസത്തോടെ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. ചിറക്കടവ് പഞ്ചായത്ത് LDF കൺവെൻഷൻ പൊൻകുന്നത്ത്. ചാണ്ടി ഉമ്മന്റെ ഏകാധിപത്യത്തിനെതിരെ പ്രതിഷേധം. കോൺഗ്രസിലെ റെജി M ഫിലിപ്പോസ് സ്വതന്ത്രനായി മത്സര രംഗത്ത്. പാമ്പാടി ബ്ലോക്ക് മണർകാട് ഡിവിഷനിൽ ജനവിധി തേടും. വാഴൂർ ബ്ലോക്ക് ചെറുവള്ളി ഡിവിഷനിൽ മത്സരം സജീവമായി. വോട്ട് തേടി സ്ഥാനാർത്ഥികൾ. പരമാവധി വോട്ടർമാരെ കണ്ട് UDFിലെ ഷീബ ടീച്ചർ. കാഞ്ഞിരപ്പള്ളി ടൗണിലെ സീബ്ര ലൈനുകൾ മാഞ്ഞു തുടങ്ങി. തിരക്കേറിയ സമയങ്ങളിൽ കാൽനടയാത്ര ദുഷ്കരം. മണ്ഡലകാലത്ത് വേണ്ട ട്രാഫിക് പരിഷ്കാരം നടപ്പാക്കിയില്ല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.